മദീനത്തല്ല, ബൈത്തുൽ മുഖദ്ദസ് അല്ല, നമ്മളെ കൊച്ചു കേരളത്തിലാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ മമ്പോർത്തുനിന്ന് മലപ്പുറം ജില്ല, ഈ നൂറ്റാണ്ട് കോഴിക്കോട്ടുനിന്ന്. ഇപ്രാവശ്യം വേറെ പലരും വന്നു. ആലുവയിൽ ചങ്ങാതി വന്നു, യൂസുഫ് സുൽത്താൻ ഷാ അൽ ഖാദിരി. അയാളും സ്വയം പേരിട്ടു കുത്തുബുസ്സമാൻ. ഇവിടേക്ക് അയാൾ വന്ന് നോട്ടീസ് കാണാം, കുത്തുബുസ്സമാൻ മഞ്ചേരിയിൽ. എന്താ പത്ര അത്ഭുതം, കുത്തുബുസ്സമാൻ ലോകം മൊത്തം സഞ്ചരിക്കണം, പിന്നെ മഞ്ചേരിക്ക് വന്ന് നോട്ടീസ് അടിക്കാൻ കഥയിൽ ചോദ്യമില്ലല്ലോ. അവസാനം വയറ്റുനോക്ക് പിടിച്ച ആൾ മരിച്ചു. പത്രത്തിലൊക്കെ വലുതാക്കി വാർത്ത നിന്നു. വയറ്റുനോക്ക് പിടിച്ച് ആകെ ഇളകി ഒന്നാകെ പോയി, ഇയാൾ അഡ്മിറ്റായി. അവസാനം ഹോസ്പിറ്റലിൽ ഇയാൾ മരിച്ചു. സ്വന്തം വയറ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആള് ലോകം മുഴുക്കെ കൺട്രോൾ ചെയ്യുന്നു. കഥയിൽ ചോദ്യമില്ല. അയാൾ വന്നു നോക്കി, പറഞ്ഞു നോക്കി, ഞാൻ കുത്തുബുസ്സമാനാണ്, പക്ഷെ അത് AC യില്ല. അതിന് മുമ്പ് വയറ് കൺട്രോൾ പോയി. കുറച്ചു കാലം കൂടി ഉണ്ടായിരുന്നെങ്കിൽ പക്ഷേ അത് വിജയിച്ചുകൂടായില്ല. ഇങ്ങനെ ഓരോരോ അവതാരങ്ങൾ ഓരോ കാലഘട്ടങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഇസ്മായിൽ അബ്ദുസ്സലാം റഹിമഹുല്ലാഹ് പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു കുത്തുബേ ഇല്ല, അങ്ങനത്തെ ഒരു ഏർപ്പാടേ ഇല്ല. കുത്തുബ് എന്നാൽ അച്യുതണ്ടെന്ന ലോകത്തിൻ്റെ അച്യുതണ്ടാണത്രേ അവർ. KM മൗലവി റഹിമഹുല്ലാഹ് ആ വിശ്വാസം തകർക്കാനാണ് അൽ വിലായത്ത് വൽ കറാമ എന്ന ഗ്രന്ഥം തന്നെ എഴുതിയത്. ജംഇയ്യത്തുൽ ഉലമയാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. അറബി മലയാളത്തിലാണ്. അൽ വിലായത്ത് വൽ കറാമ എന്ന പേരിൽ ജംഇയ്യത്തുൽ ഉലമയുടെ ഒന്നാമത്തെ പ്രസിഡന്റ്, KNMന്റെ ഒന്നാമത്തെ പ്രസിഡന്റ് KM മൗലവി റഹിമഹുല്ലാഹ് പുസ്തകം എഴുതി, അൽ വിലായത്ത് വൽ കറാമ. ഇതിൻ്റെ ഒന്നാമത്തെ പേജിൽ, ഒന്നാമത്തെ വരിയിൽ KM മൗലവി റഹിമഹുല്ലാഹ് പറയാണ്, അൽ വിലായത്ത് വൽ കറാമ ഹെഡിങ് കൊടുത്തിട്ട് പറയാം, വിലായത്ത്, കറാമത്ത് എന്നീ വിഷയങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ മൂലമാണ് ഇന്ന് നമ്മുടെ പൊതുജനങ്ങളിൽ അനേക അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും കടന്നുകൂടിയിട്ടുള്ളത്. തുടക്കം തന്നെതാ. ഈ കറാമത്ത്, വിലായത്ത് എന്നീ പദങ്ങളെ കുറിച്ചുള്ള തെറ്റിദ്ധാരണയാണ് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഈ സമൂഹത്തിൽ വരാനുള്ള കാരണം. എങ്ങനെയെന്ന് വെച്ചാൽ, വിലായത്ത് എന്ന പദത്തിന് രക്ഷാശിക്ഷകൾ, അധികാരം എന്ന അറബി ഭാഷയിൽ ഒരു അർത്ഥമുണ്ട്. ഈ അധികാരം ബാഹ്യമായും ആന്തരികമായുമുണ്ട്. ബാഹ്യമായി ഈ അധികാരം ഗവൺമെൻറ് അധികാരസ്ഥന്മാരിലും മറ്റും നാം സങ്കല്പിക്കുന്നു. അതായത് ആദിയായ സാധാരണയായ കാര്യകാലങ്ങൾക്കനുസരിച്ച് അവർ രക്ഷിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും. ആദിയായ അസ്ബാബിന് അപ്പുറമുള്ള കാര്യങ്ങളിൽ അവർക്ക് യാതൊരു പ്രവേശവുമില്ല. അപ്രകാരമുള്ള കാര്യങ്ങളുടെ അധികാരത്തിനാണ് ആന്തരമായ അധികാരം അഥവാ യഥാർത്ഥ അധികാരം എന്ന് നാം പറയുന്നത്. ഒരാൾ അള്ളാഹുവിൻ്റെ വലിയാണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനാൽ ഈ വിധം അധികാരം നൽകപ്പെട്ട ആള് എന്നാണ് പൊതുജനങ്ങൾ ധരിച്ചു വരുന്നതെന്ന് അവിടെ പല വാക്കുകളും പ്രവൃത്തികളിൽ നിന്ന് തോന്നിപ്പോകുന്നു. എല്ലാ അധികാരവും വലിയുണ്ട് എന്നാണ് ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നത് എന്നാണ് സാധാരണക്കാരൻ്റെ വാക്കെന്ന് മനസ്സിലാകുന്നത്. KM ശേഷം പറയാം, ചിലർക്ക് അവിടെ ഉദ്ദേശം സാധിച്ചാൽ അത് അവരുടെ വലിയൻ്റെ ബർക്കത്ത് കൊണ്ടാണെന്നും വല്ല ആഫത്തും സംഭവിച്ചാൽ അത് അദ്ദേഹത്തിൻ്റെ കുരുത്തക്കേട് കൊണ്ടാണെന്നും അവർ പറയുന്നു. അതായത് ആ ഗുണത്തിന് ആന്തരമായ കാരണം വലിയൻ്റെ അനുഗ്രഹമോ ദോഷത്തിന് യഥാർത്ഥമായ കാരണം വലിയൻ്റെ ശാപവുമാണ് എന്നാകുന്നു അവർ ധരിക്കുന്നത്. ഇതിൽ അള്ളാഹുവിൻ്റെ പ്രിയത്തെയോ കോപത്തെയോ അവർ വകവെക്കുന്നില്ല. വലിയൻ്റെ കുരുത്തക്കേടിനെ ഭയന്ന് അവർ ദീനിലെ ഹറാമായ കാര്യങ്ങളും കൂടി ചെയ്യുന്നു. ഇത്രയും പറഞ്ഞതില്ലെന്ന് വൈബിയായ അഥവാ അദൃശ്യമായ അധികാരം എന്ന അർത്ഥത്തിലാണ് പൊതുജനങ്ങൾ വിലായത്തിനെ അള്ളാഹുവിൻ്റെ ഔലിയായിൽ ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് വിശദമായി എന്താ വലിയ, എന്താ കറാമത്ത് എന്ന് അദ്ദേഹം സവിസ്തരം ഈ പുസ്തകത്തെ അദ്ദേഹം പരിചയപ്പെടുത്തുന്നു. അൽ വിലായത്തു വൽ കറാമ 1947 ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. സഹോദരങ്ങളെ, ഇങ്ങനെ വ്യക്തമായി കേരളത്തിൽ പഠിപ്പിച്ചു. ഇപ്പം ഈ പുസ്തകം പോലും പേരോട് മുസ്ലിയാർ കട്ടുമുറിച്ച് ചില കഷ്ണമെടുത്ത് ഇത് അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട്. അവിടേക്ക് ഞാൻ വരാം, നമുക്ക് വായിക്കാം, അത് കുറച്ച് ചെയ്യട്ടെ. ഏതായിരുന്നാലും ശരി, വിലായത്ത് കറാമത്ത് എന്ന പദപ്രയോഗങ്ങൾ തെറ്റായി സമൂഹത്തിൽ വിശ്വസിപ്പിക്കപ്പെട്ടു, പ്രചരിപ്പിക്കപ്പെട്ടു. അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഇത്തരം എന്തു കഥകളും കറാമത്തിൻ്റെ മറവിൽ ഇവിടെ പ്രചരിപ്പിച്ചത്. വിലായത്ത് നമ്മൾ പറഞ്ഞതാ വലിയ, കറാമത്തോ ആദരവ്. റബ്ബൊരാളെ ആദരിച്ചുകൊണ്ട് അയാൾക്ക് വല്ല അത്ഭുതങ്ങളും അയാളോട് നടപ്പാക്കുന്നു. അള്ളാഹു ഉദ്ദേശിക്കുന്ന കാര്യം അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അള്ളാഹു വെളിപ്പെടുത്തുന്നു. അതാ കറാമത്തും മുഴുവത്തും. അള്ളാഹു ഉദ്ദേശിക്കുന്ന കാര്യം അള്ളാഹു ഉദ്ദേശിച്ച ആളിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അള്ളാഹു വെളിപ്പെടുത്തുന്നു.
വഴി ഉദ്ദേശിക്കുമ്പോഴെല്ലാം കറാമത്തുണ്ടാകുമോ? ഇല്ല. ഒരുപക്ഷെ ഉദ്ദേശിക്കുമ്പോൾ അള്ളാഹു നടപ്പാക്കി കൊടുത്തേക്കാം. ചിലപ്പോൾ ആഗ്രഹിച്ചാലും നടന്നില്ലെന്ന് വന്നേക്കാം. ചിലപ്പോൾ വേണ്ടെന്ന് വിചാരിക്കുമ്പോഴും കറാമത്തുണ്ടായേക്കാം. കറാമത്ത് വേണ്ടാന്ന് വിചാരിക്കുമ്പോൾ കറാമത്ത് ഉണ്ടായേക്കാം. മറിയം ബീവിക്ക് കറാമത്തുണ്ടായി. പുരുഷ സ്പർശനമില്ലാതെ ഗർഭിണിയായി മാറി. അവർ ആഗ്രഹിച്ചതല്ല. കറാമത്തുണ്ടായപ്പോൾ മറിയം ബീവി പ്രയാസപ്പെട്ടു. അവരാകെ വേദനിച്ചു. അബ്ബേ, ഇതിനു മുമ്പ് ഞാൻ മരിച്ചു പോയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു, എല്ലാവരും എന്നെ മറന്നുപോയെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന് വിലപിച്ചുവെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. സ്വന്തം കറാമത്തിൽ വേദനിക്കുന്ന വിഷമിക്കുന്ന വലിയത്താണ് മറിയം ബീവി. സൂറത്തുൽ കഹ്ഫിന്റെ 12-ാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാ പറയാണ്, കറാമത്തിനെ പേടിക്കണം ഏതുപോലെ ഒരു മുസീബത്ത് ഉണ്ടാകുന്ന പോലെയാണ്. സ്വന്തത്തിന് മുസീബത്ത് വരുന്ന എങ്ങനെ പേടിയാണോ അതേപോലെ പേടിക്കണം കറാമത്ത്. കാരണം കറാമത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വെച്ച് ശൈത്താൻ നമ്മെ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. ഒരു കറാമത്ത് ഉണ്ടായാൽ ശൈത്താൻ അങ്ങനെ തോന്നിപ്പിക്കും, നീ തരക്കേടില്ല, കറാമത്തുണ്ടായല്ലോ. അത് അവന് ഒരു റിയാ വരാൻ, ഒരു കിബർ അഹങ്കാരം വരാൻ കാരണമാവുകയും അതുവഴി ഈമാൻ തെറ്റിപ്പോവുകയും ചെയ്യുമെന്ന് വരെ ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാ തഫ്സീറുൽ കബീർ സൂറത്തുൽ കഹ്ഫിന്റെ വ്യാഖ്യാനത്തിൽ രേഖപ്പെടുത്തി വെച്ചതായി കാണാൻ കഴിയും. ഈ കറാമത്തിനെയും വിലായത്തിനെയും തെറ്റായി മനസ്സിലാക്കി. അങ്ങനെ വന്നപ്പോൾ ഈ ഷിയാ വിശ്വാസം നമ്മുടെ നാട്ടിൽ പ്രചരിച്ചു. നമ്മുടെ നാട്ടിലും കുറച്ച് കാലമായി ബോധപൂർവം ഷിയാക്കൾ പണിയെടുക്കുന്നു. അശ്അരിയത്തിൻ്റെ മറവിൽ, സമസ്തയുടെ ലേബലിൽ നമ്മുടെ നാട്ടിൽ ഇന്ന് ഷിയായിസം ഔദ്യോഗികമായി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അത് അവർ തന്നെയും ഇപ്പം തിരിച്ചറിയുകയും തുടർന്ന് പറയുകയും എന്നാൽ ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായരായി നിൽക്കുകയും ചെയ്യുന്നുവെന്നതാണ് വസ്തുത. പലരും നുഴഞ്ഞു കയറി സമസ്തയുടെ കുഞ്ചിക സ്ഥാനങ്ങളിൽ കയറിപ്പറ്റി സമസ്തയുടെ വേദികൾ ഉപയോഗപ്പെടുത്തി ശുദ്ധമായ ഷിയായിസം ഇവിടെ പ്രചരിപ്പിക്കാൻ ഇപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊക്കെ ബാക്കി പത്രം തന്നെയാണ് പലരെയും കുറിച്ച് ഈ നിലക്കുള്ള പൊടിപ്പും തൊങ്ങലും വെച്ച കെട്ടുകഥകൾ പ്രചരിപ്പിക്കാൻ അവർക്കെല്ലാം എന്നു പ്രചോദനമായി മാറിയത്. അതാണ് സി എമ്മിനെ പറ്റിയും പറഞ്ഞത് കുത്തുബുൽ ആലമാണ്. നമ്മളും ഞങ്ങൾ കുത്തുബുൽ സമാൻ മാത്രം. കുത്തുബുൽ സമാൻ കാലഘട്ടത്തിൻ്റെ അച്ചുതണ്ടാവും. സി എമ്മോ കുത്തുബുൽ ആലമാണ്, ലോകത്തിൻ്റെ കൺട്രോളർ, ലോകത്തിൻ്റെ അച്ചുതണ്ടാണത്രേ. കോഴിക്കോട് മടവൂരിൽ ജനിച്ച് വ്യത്യസ്തമായ നാടുകൾ ചുറ്റിത്തിരിഞ്ഞ് അവസാനം മടവൂരിൽ തന്നെ മരിച്ചു മറമാടപ്പെട്ട ചിറ്റടി മീത്തൽ അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന സി എം അബൂബക്കർ മുസ്ലിയാർ, അയാൾ ആണത്തെ ലോകത്തിൻ്റെ കൺട്രോൾ മുഴുവനും. നാളെ ചേലും കോലം കണ്ടാലോ അങ്ങനെ ലോകം കൺട്രോൾ ചെയ്യാൻ മാത്രമേ വകുപ്പിന് തോന്നൂ. അതൊന്ന് കാണിച്ചു കൊടുത്താൽ സി എമ്മിൻ്റെ ഫോട്ടോ ഒന്ന് കാണണമല്ലോ. ഇതൊക്കെ കേൾക്കുമ്പോൾ കാണാൻ പോലും ഉണ്ടാവുമല്ലോ. ആരാണിപ്പോൾ ഈ സി എം? ഏതായ അബൂബക്കർ മുസ്ലിയാർ? ഇതാണ് ലോകത്തിൻ്റെ കൺട്രോൾ. കണ്ടോ, ലോകം നിയന്ത്രിക്കുന്ന കുത്തുബുൽ ആലം, ലോകത്തിൻ്റെ കൺട്രോളർ, ലോകത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നുവെന്ന് പറയപ്പെടുന്ന ഒന്ന് കണ്ണെങ്ങാനും ചിമ്മിപ്പോയാൽ ലോകത്തെ എല്ലാ ഫ്ലൈറ്റുകളും കൂട്ടിമുട്ടിപ്പോകുമെന്ന് പറഞ്ഞ അബൂബക്കർ മുസ്ലിയാരാണിപ്പത്. അദ്ദേഹമാണത്രേ കുത്തുബുൽ ആലം, ലോകത്തിൻ്റെ കൺട്രോളർ എന്ന് പഠിപ്പിക്കപ്പെടുന്നു. പറഞ്ഞ് എവിടെത്തിയെന്നറിയോ? ആയുസ് വരെ നീട്ടിക്കൊടുക്കാൻ, മരണം വേണ്ടെന്ന് വെക്കാൻ, സന്താനമില്ലാത്ത സന്താനത്തിന് നൽകാൻ, രോഗം ശിഫയാക്കാൻ എല്ലാത്തിനുമുള്ള കഴിവുള്ള, ഇനി മറ്റാരും നോക്കണ്ട, സി എം മതി എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലാണ് കഥകൾ പ്രചരിപ്പിക്കുന്നത്. ഒരു മുരീദ് പറഞ്ഞു, എനിക്ക് കുറേ കാലം ഖിദ്മത്ത് എടുക്കണം. എന്നാ ശരി, അനുവാദം കൊടുത്തതാ, പറഞ്ഞോട്ടെ, മുസ്ലിയാക്കന്മാർക്ക് അത് പറയാൻ ധൈര്യം ഉണ്ടാവുള്ളൂ. ബഹുമാനപ്പെട്ടവരുടെ ഒരു മുരീദില്ലേ ചോദിച്ചില്ലേ, മുരീദ് നിങ്ങൾക്ക് എന്താ വേണ്ടത്? മുരീദിനോട് ചോദിച്ചപ്പോ മുരീദ് പറഞ്ഞു, എനിക്ക് ഇങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യണം, ഒരുപാട് കാലം ചെയ്യണം എന്നാണോ? എന്നാ ഇനി മരിക്കണ്ട, ഞാൻ അസ്രായിലിനോട് പറയാം, നിന്റെ റൂഹ് പിടിക്കൂല. ഇന്നും അത് അജ്മീറിൽ ജീവിക്കുന്നു. 700 ചില്ലാനും വയസ്സുണ്ടല്ലോ അബ്ദുല്ലാഹിൽ ബയാബാനി. ഇന്നും അജ്മീറിൽ ജീവിക്കുന്നുണ്ട്. മലമടക്കുകളിൽ കാണേണ്ടവർ കാണുന്നു, അറിയേണ്ടവർ അറിയുന്നു. കണ്ടോ, എനിക്ക് ദീർഘമായ കാലം ഖിദ്മത്ത് എടുക്കണമെന്ന് പറഞ്ഞപ്പോ സീമ ശരി, നിന്റെ റൂഹിനെ പിടിക്കൂല, ഞാൻ അസ്രായിലിനോട് പറഞ്ഞോളാന്ന്. റൂഹിനെ പിടിച്ചില്ല. 700 വയസ്സായി ആളെപ്പിടുന്ന സി എം മരിച്ചിട്ട് 32 കൊല്ലമായിട്ടുള്ളൂ. സി എം മരിച്ചിട്ട് 32 കൊല്ലമായിട്ടുള്ളൂ. അദ്ദേഹം പറഞ്ഞത് നിന്റെ റൂഹിനെ പിടിക്കൂല. എങ്ങനെ അപ്പോഴേക്ക് 700 വയസ്സായത്? ഓരോ കൊല്ലം 100 വയസ്സാണ് കൂടുന്നത്. വിടുമ്പോൾ ആലോചിക്കേണ്ട, ഇത് മനുഷ്യന്മാർ വിശ്വസിക്കും. അത്
എല്ലാവരും മുസ്ലിയാക്കന്മാരൊന്നാവൂലല്ലോ, കുറച്ച് നാടന്മാരും ഇല്ലേ. അപ്പം 700 വയസ്സ് കഴിഞ്ഞു എന്നാ ഗിന്നസ് ബുക്കിലൊന്നും മൂപ്പര് പിടുത്തം കൊടുക്കൂല. റെക്കോർഡ് തപ്പിയൊക്കെ ലോകത്തെ ഏറ്റവും പ്രായമുള്ള ആളെ തപ്പിയാൽ ഏറി വന്നാൽ 105, 106 ഉണ്ടാകാം. 110 മരിച്ചാൽ പേപ്പറിൽ വരും. ഇത് 700 വയസ്സ് കഴിഞ്ഞു, ആളിപ്പോഴും ഉണ്ട് എന്ന്. അപ്പം എന്നാപ്പം ഇത് കൊടുത്തത് അള്ളാഹു നമുക്കറിയില്ല. ഇങ്ങനെ ആയുസ് നീട്ടിക്കൊടുക്കാൻ വരെയുള്ള സിദ്ധി. എന്നാ CM ആയുസ് നീണ്ടു കിട്ടിയോ അതൊട്ടില്ല താനും. CM ചരിത്രമേലെ എല്ലാ ചരിത്ര പുസ്തകവും ഇതൊക്കെ അയാളെപ്പറ്റ ചരിത്രമാണ്. CM മടവൂർ മായാത്ത മുദ്രകൾ. ആള് മാഞ്ഞു, മുദ്ര മാഞ്ഞിട്ടില്ല. അതേപോലെ വലിയുള്ളായി CM മടവൂർ ചരിത്രവും മൗലീദും വേറൊന്ന്. ഇങ്ങനെ ഓരോ ചങ്ങാതിമാർ എഴുതിവിടുക CM പേരിൽ കെട്ടുകഥകളായി. ഈ പുസ്തകത്തിലൊക്കെയുണ്ട് CM വഫാത്ത് എന്ന അധ്യായം, വിയോഗം. അവിടെ ഒക്കെ എഴുതാ തീരാ നഷ്ടം, ആകെ ദുഃഖത്തിലാക്കി അന്നായിരുന്നു സംഭവിച്ചതല്ല. ഇത് എന്താ തീരാ നഷ്ടം? പവർ കൂടിക്കല്ലേ. നമുക്കല്ല മനസ്സിലായി. പല മനുഷ്യന്മാരും മരിച്ചാൽ കാണാം തീരാ നഷ്ടം എഴുതുക പത്രക്കാരൊക്കെ. യഥാർത്ഥത്തിൽ മരിച്ചാൽ കഴിവ് കൂടുന്നാ പറയണത്. അപ്പം ലാഭമല്ലേ നഷ്ടമാണോ? അവരെ മരണം ലാഭമല്ല നിനക്ക്. മരിച്ചവരെ ജീവിപ്പിക്കും CM എന്നിട്ട് മൂപ്പരെപ്പോഴും മരിച്ചെടുക്കുക. ഒരിക്കലും എണീറ്റ് വന്നോ? ഇല്ല. മരിച്ചവരെ ജീവിപ്പിക്കുക, ആയുസ് നീട്ടിക്കൊടുക്കുക, ഈ കഴിവൊക്കെ ഉള്ള ആള് അദ്ദേഹം മരിച്ചു എന്ന് മാത്രമല്ല, ആ മയ്യത്ത് രാവിലെ 9:15 മരിച്ചിട്ട് രാത്രി 10 മണിക്കാണ് മറ പെയ്യണത്. കാരണം എന്താ? പുടിയും ബലിയും എവിടെ മറയേണ്ടിന്ന്. നമ്മളെ വല്യുസ്താദിന് ഒരു മോഹം മർക്കസിക്ക് കിട്ടിയ തരക്കേടില്ല, മറ്റോ വിട്ടുകൊടുക്കില്ല. കാരണം എന്താ? CM ഖബർസ്ഥാന് EK സുന്നിനത്താണ്. CM ആണെങ്കിൽ ഏപ്പിൻ്റെ ആളെന്നാ AP പറച്ചല്. പല കളിയും കളിച്ചു, പല രൂപത്തിൽ പറയുന്നു. ഇതിൽ ചില സൂചന ഉണ്ടതൊക്കെ ചില മനുഷ്യന്മാരങ്ങനെ വണ്ടി തിരിച്ചിടാൻ നോക്കി ഓല വണ്ടി കൊണ്ടുവന്നു എന്നൊക്കെ ഇതിന് പറയുന്നുണ്ട്, മറ്റൊരു തിരിച്ചും പറയുന്നുണ്ട്. ഞങ്ങളെ ഉസ്താദാണ് ഖബർക്ക് ഇറങ്ങിയത്, ഞങ്ങളെ ഉസ്താദാണ് ഇറക്കി വെച്ചത് എന്നൊക്കെ. അതിന് പോട്ടെ, ആരിറക്കിടുമ്പോൾ കാര്യമൊന്നുമില്ല. ഏതായിരുന്നാലും ശരി, ഈ നിലക്ക് CM ആയുസ് നീട്ടിക്കൊടുക്കുന്നവരാണ് എന്ന് വരെ പ്രചരിപ്പിക്കുന്നു. മാത്രമല്ല, ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കുമെന്ന് മാത്രമല്ല, ലൗഹുൽ മഹ്ഫൂദിലുള്ളത് വേണമെങ്കിൽ മാറ്റാൻ വരെ CM കഴിയുന്ന മുഹ്യിദ്ദീൻ മാലി പറയുന്നുണ്ട്, എൻ്റെ കണ്ണെപ്പോഴും ലൗഹിയിലാതെന്നോവർ. മുഹ്യിദ്ദീൻ ശൈഖിന്റെ കണ്ണെപ്പോഴും ലൗഹുൽ മഹ്ഫൂദാണ് അത്രേ. ഏതാ ലൗഹുൽ മഹ്ഫൂദ്? എല്ലാത്തിൻ്റെയും മൂല രേഖ. ബൽ ഹുവ ഖുർആനും മജീദ് ഫീ ലൗഹിൻ മഹ്ഫൂദ് എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ലൗഹുൽ മഹ്ഫൂദ് അല്ലാഹു തആല എല്ലാം രേഖപ്പെടുത്തി വെച്ച രേഖ. ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് 50,000 കൊല്ലം മുമ്പ് അല്ലാഹു തആല പേനയോട് എഴുതാൻ പറഞ്ഞ് രേഖപ്പെടുത്തപ്പെട്ട രേഖയാണ് ലൗഹുൽ മഹ്ഫൂദ്. ആ ലൗഹുൽ മഹ്ഫൂദ് നോക്കും എല്ലാ ഔലിയാക്കന്മാരും. CM നോക്കുന്നത് മാത്രമല്ല, ലൗഹുൽ മഹ്ഫൂദ് എഴുതി വെച്ചത് മാറ്റം വരുത്താൻ CM കഴിയും. അതിനെ മാറ്റിയിട്ടുണ്ട് ഒരു മുസ്ലിയാര പ്രസംഗം ശ്രദ്ധിക്കൂ നിങ്ങൾ. അടുത്ത് CM അടുത്തെത്തിയപ്പോൾ പറഞ്ഞ്, ഇതെൻ്റെ മകനാണ്, ഓന് മിണ്ടൂല, ഓൻ ഇത്ര പ്രായമാണ്, ഓനൊന്ന് മിണ്ടിക്കട്ട് ഞാൻ മരിച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം കരഞ്ഞ്. അപ്പോൾ ഷെയ്ഖുന അങ്ങനെ ലോകത്ത് ലൗഹുൽ മഹ്ഫൂദ് കണ്ടു കിടക്കുന്ന ഒരു മഹാനായിരുന്നു ഷെയ്ഖുന. ലോകത്തിൻ്റെ തഹറുക്കാത്തുകളും ചലനങ്ങളും മുഴുവനും ഒരേ ടൈമിൽ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു ഷെയ്ഖുന. അതുകൊണ്ട് തന്നെ ഷെയ്ഖുന നോക്കി പറഞ്ഞു, അബ്ദുൽ ഖാദർ മുസ്ലിയാരെ, നിങ്ങളുടെ മകൻ സംസാരിക്കുകയില്ലെന്ന് ലൗഹുൽ മഹ്ഫൂദിൽ എഴുതപ്പെട്ടിരിക്കുന്നു. മകൻ സംസാരിക്കൂല എന്ന് ലൗഹുൽ മഹ്ഫൂദിൽ എഴുതിയിരിക്കണ്. സംസാരിക്കൂല എന്ന് ഷെയ്ഖുന പറഞ്ഞിട്ടില്ല, അവിടെ അങ്ങനെ എഴുതി വെച്ചിരിക്കണമെന്നാണ്. അപ്പോൾ പറഞ്ഞു, അത് ഞാനും കണ്ടിട്ടുണ്ട് അബ്ദുൽ ഖാദർ മുസ്ലിയാർ, ആ എഴുതി വെച്ചത് ഞാനും കണ്ടിട്ടുണ്ട്. വകദാലിക നുരി ഇബ്രാഹിം മലക്കൂത്ത സമാവാതി വൽ അർളി വലിയകൂന മിനൽ മുഖിനീൻ. വാനലോകത്തുള്ള രഹസ്യങ്ങൾ, മലക്കൂത്തുകൾ കാണിക്കാൻ മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹ് കാണിച്ചു എന്ന് മുത്തുനബിനോട് പറഞ്ഞു. മുത്തുനബിക്ക് കാണിച്ചു, ഇബ്രാഹിം നബി കാണിച്ചു, അമ്പിയാക്കൾ കാണിച്ചു, ഔലിയാക്കൾ. എൻ്റെ കണ്ണെപ്പോഴും ലൗഹിലാതെന്നോവർ, അത് ഔലിയാക്കൾക്ക് കറാമത്തായി ഉണ്ടാകും. അപ്പോൾ ഈ രണ്ടുപേരും അത് കണ്ടവരാണ്. അത് ഞാനും കണ്ടിട്ടുണ്ട്. അതിനപ്പുറം വല്ലതുണ്ടെങ്കിൽ അത് വാങ്ങിത്തരാനാണ് ഇങ്ങോട്ട് വന്നത്. അതിനപ്പുറമുണ്ട് ഉമ്മുൽ കിതാബ്. അതിലെ റിപ്പോർട്ടാണ് യഥാർത്ഥത്തിൽ നടക്കുകയുള്ളൂ. ലൗഹുൽ മഹ്ഫൂദിലുള്ള വിവരങ്ങൾ ഒരു പക്ഷേ മായ്ക്കപ്പെടും. യംഹുല്ലാഹു മാ യശാ വയസ്ബിസ് വഇൻദഹു ഉമ്മുൽ കിതാബ്. അള്ളാഹ് അങ്ങനെ പറഞ്ഞു. ഉമ്മുൽ കിതാബിലെ വിവരങ്ങൾ മായ്ക്കുകയില്ല. ഇത് അതിൻ്റെ ഒരു തഫ്സീറാണ്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ ഇത് പറഞ്ഞപ്പോൾ ഷെയ്ഖുന അങ്ങ് തിരിഞ്ഞു കിടന്നു. മുദരിസ് ഉസ്താദ് എന്നോട് പറയാണ്, തിരിഞ്ഞു കിടന്നപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ട്. തിരിഞ്ഞു കിടന്ന് കുറച്ച് ഇങ്ങോട്ട്
തിരിഞ്ഞു കിടന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് ഈ മോനോട്, മോനെ പേരെന്താണ്? കുട്ടി പേര് പറഞ്ഞു. ജീവിതത്തിൽ ആദ്യം സംസാരിക്കുകയാണ്. കുട്ടി പേര് പറഞ്ഞു. കുട്ടിയെ കൊണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലിച്ചു. ഇതാരാണ്? ഇതിൻ്റെ ഉപ്പയാണ്. ഇതാരാണ്? ഞങ്ങൾ പള്ളിയിലെ ഉസ്താദാണ്. ഭാഷാഭ്യാസം ഉണ്ടല്ലോ, പക്ഷേ നാവ് വഴങ്ങാത്തതുകൊണ്ടല്ല എല്ലാം പറഞ്ഞ് വാപ്പ കണ്ണുകൾ നിറഞ്ഞ് സന്തോഷം കൊണ്ട്. കണ്ടോ സഹോദരൻ, ലൗഹുൽ മഹ്ഫൂസിൽ അള്ളാഹ് രേഖപ്പെടുത്തി വെച്ചത് CM മാറ്റിയതാണ്. മറ്റാൾ പറയും ഞാനും കണ്ടിട്ടുണ്ട് ലൗഹിലുള്ളത്. അത് ഉലക്ക് സ്ഥിരമായിട്ട് ഒന്നിച്ച് പഠിച്ചത് ലൗഹുൽ മഹ്ഫൂസൊക്കെ ശരീക്കന്മാരാണ്. പക്ഷെ അതിലുണ്ട് എനിക്കറിയാം, പക്ഷെ അത് മാറ്റാൻ വല്ല വകുപ്പുണ്ടോ എന്നാ. അപ്പം തിരിഞ്ഞു കിടന്നിട്ട് ലൗഹുൽ മഹ്ഫൂസാണ് വായിച്ചു. മിണ്ടൂല എന്നുള്ളത് മിണ്ടുന്നാക്കിയിട്ടുണ്ടാവും, അല്ലാതെ ഇപ്പം എന്താ. അങ്ങനെയാണ് കുട്ടി മിണ്ടിയിരുന്ന. കണ്ടു, ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കുക ഓരോരുത്തരെയും കുറിച്ച്. ഇത് CM പറ്റി മാത്രമല്ല, ഇവർ ആരെയൊക്കെ കുത്തുബായി പറയുന്നുവോ അവർക്കൊക്കെ ഇതുണ്ട്. ഇതൊക്കെ ഷിയാ വിശ്വാസമാണ്. ഇതേ വിശ്വാസം ഷിയാക്കൾക്കുണ്ട്. അവർ ഔലിയാക്കന്മാർ, അവരുടെ നേതാക്കന്മാർ, ഇമാമിങ്ങൾ, അവർക്ക് ഈ വക എല്ലാ കഴിവുണ്ട് എന്നാണ്. അവരാ ലോകത്തിൻ്റെ കൺട്രോൾ എന്നാണ്, അവരാണ് എല്ലാം നിയന്ത്രിക്കുന്നവരെന്നാണ്. അതേ വിശ്വാസമാണ് ഇവിടെ ഈ CMൻ്റെയും മറ്റു കുത്തുബീങ്ങളുടെയും ഒക്കെ പേരിൽ ഇവിടെ പ്രചരിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നത്. അപ്പം എന്തിനുമുള്ള കഴിവ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ആയുസ് നീട്ടി. അത് CM അല്ല, അത് അജ്മീർ ഖ്വാജൻ പറഞ്ഞപ്പോൾ പേച്ചു പോയില്ല. അജ്മീർ ഖ്വാജയുടെ കറാമത്തായിട്ടാണ് അവർ പറയുന്നത്. ആവട്ടെ, അപ്പം ഏതായിരുന്നാലും ഇവിടെ CM ഈ മിണ്ടാത്ത കുട്ടിയെ മിണ്ടിച്ചു എന്നുള്ള വിഷയം ലൗഹുൽ മഹ്ഫൂസ് നോക്കി അവിടെ ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞു. അതിലുള്ളത് മാറ്റി തിരുത്തിച്ചിട്ട് ഇവിടെ അത്ഭുതം കാണിച്ചു എന്ന്. അതിനൊക്കെയുള്ള കഴിവുണ്ട് എന്നാ. പോലും ഇങ്ങനെ സ്ഥിരമായിട്ട് ലൗഹുൽ മഹ്ഫൂസ് നോക്കി ഇങ്ങനെ കിടക്കുക. അവിടെ പോലെ ഞാൻ ലൗഹുൽ മഹ്ഫൂസ് ആണ് വല്ല ബ്ലാക്ക് ബോർഡ് മാറി എഴുതിച്ചതാന്നാ ഇതിങ്ങനെ നോക്കി കിടക്കാൻ. സഹോദരന്മാരെ, ഏത് അക്കീദൊക്കെ, ഏത് അഹ്ലുസുന്നക്ക് അത് പരിചയമുള്ളത്? ഷിയാക്കളുടെ കൃതികളല്ലാതെ, സൂഫി ഗ്രന്ഥങ്ങളിലല്ലാതെ അഹ്ലുസുന്നയുടെ ഇമാമിയങ്ങൾ ആരാ സഹോദരങ്ങളെ ഇത് പഠിപ്പിച്ചത്? ഇമാം ഷാഫിയുടെ അഖീദ പഠിപ്പിച്ച ഏതെങ്കിലും കിതാബിൽ ഈ വക വല്ല പരാമർശവുമുണ്ടോ? ഇമാം മാലിക്കിന് പരിചയമുണ്ടോ? ഇമാം അബൂ ഹനീഫക്ക് അറിയുമോ? ഇമാം മുഹമ്മദിന് അറിയുമോ? ഇമാം ബുഖാരിക്ക് അറിയുമോ? ഇമാം മുസ്ലിം അറിയുമോ? അഖീദ പഠിപ്പിച്ച, ഫിഖ് പഠിപ്പിച്ച, ഖുർആൻ വ്യാഖ്യാനങ്ങൾ രേഖപ്പെടുത്തിയ മുഹദ്ദിസീങ്ങളായ, മുഫസ്സിരീങ്ങളായ, മുഅർരിഖീങ്ങളായ അഹ്ലുസുന്നയുടെ നേതാക്കന്മാരിൽ ആരാ സഹോദരരെ ഈ വിശ്വാസം പഠിപ്പിച്ചത്? ഒരാളും പഠിപ്പിച്ചിട്ടില്ല. പകരം ഷിയ ഗ്രന്ഥങ്ങളിലുണ്ട്, സൂഫി ഗ്രന്ഥങ്ങളിലുണ്ട് എന്നല്ലാതെ അഹ്ലുസുന്നയുടെ അഖീദ പഠിപ്പിക്കുന്ന ആരും തന്നെ ഈ തരം ഒരു വിശ്വാസം പഠിപ്പിച്ചിട്ടില്ല. മാത്രവുമല്ല, രോഗം ശിഫയാക്കും, പക്ഷെ സാധാരണ ഔലിയാക്കന്മാരെ പോലല്ലാതെ. സാധാരണ എന്താ പണി? ചിലപ്പോൾ ദുആ ചെയ്യും, ആ ദുആയുടെ ഇജാബത്തായി രോഗം ശിഫയായേക്കാം. നബി തങ്ങൾ പലപ്പോഴും ദുആ ചെയ്തിട്ടുണ്ട്, രോഗം ശിഫയായിട്ടുണ്ട്. എന്നാൽ CM ദ്വാരക്കുള്ള പരിപാടിയൊന്നും ഇല്ലാതാണ്. CM ആണ് പറയാ രോഗം വേണോ വേണ്ടേ. മൂപ്പര് പറഞ്ഞാൽ രോഗം ഉണ്ടാകും, മൂപ്പര് പറഞ്ഞാൽ രോഗം ഇല്ലാതാകും. പറയട്ടെ നമ്മൾ റഹ്മത്തുള്ളാഹി ഖാസിമി. ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഒരാള് രോഗം വേണ്ടാന്ന് പറഞ്ഞാൽ രോഗമില്ല. CM വലിയുള്ളാഹി അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. രോഗം വേണ്ട, രോഗമില്ല. രോഗം വേണ്ട, രോഗമില്ല. രോഗം വേണ്ട പറഞ്ഞാൽ രോഗമില്ല. അത് ഒന്നെണീറ്റെങ്കിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്തായിരുന്നു രോഗം? പിന്നുണ്ടായിട്ടില്ല. ഇതവരനുഭവം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് വയറ്റിന്റെ രോഗം വേണ്ടാന്ന് പറഞ്ഞു, പിന്നുണ്ടായിട്ടില്ല. എന്റെ മൂത്താപ്പാന്റെ മകളോട് പറഞ്ഞു തലവേദന വേണ്ടെന്ന് പറഞ്ഞു, ഉണ്ടായില്ല. രോഗം വേണ്ട, രോഗമില്ല. ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു സയ്യിദുനാ ഈസ. തന്നെയായിരുന്നു ഈസ നബി. രോഗം വേണ്ട, രോഗമില്ല. 50,000 ആളുകളൊക്കെ ഒരുമിച്ച് ഓടും, എന്നിട്ട് പറയും ഈസ നബിയെ രോഗമാണ്. ഇസ്രായേലിൽ രോഗം പടർന്നു പിടിച്ച കാലത്താണ് ഈസ നബി വന്നത് അലൈഹി സ്വലാത്തു വസ്സലാം. രോഗം വേണ്ട, രോഗമില്ല. രോഗമില്ല. അങ്ങനെയാ, എത്രയാ കണ്ടോ? അപ്പോൾ ഈസാ നബിയുടെ അതേ മാതൃകയാണ് CM. രോഗം വേണ്ടെന്നാണ് പറഞ്ഞാൽ പിന്നെ രോഗമില്ല. ഒരു സനത് ഉറപ്പിക്കാനാ ആ വക നാടകമൊക്കെ. അത് ചോദിച്ച് ഉറപ്പിച്ചാൽ പിന്നെ സംശയമില്ലല്ലോ. ഈ രൂപത്തിൽ കഥയുണ്ടാക്കി മെനഞ്ഞിട്ട് ഈ രോഗം വന്നാൽ CMനെ വിളിച്ചാൽ മതി എന്നാണല്ലോ ഇതിൻ്റെ ഒരു ധ്വനി. വേറൊന്നുമില്ലല്ലോ. ഇങ്ങനെ രോഗം ശിഫയാക്കുന്നവൻ ഇപ്പാരാ? CM. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതോ വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ. ഞാൻ രോഗിയായി കഴിഞ്ഞാൽ ശിഫ നൽകുന്നവൻ അല്ലാഹയാണ്. സൂറത്തുൽ ശുഅറായിൽ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയായി
അള്ളാഹു തആല പരിചയപ്പെടുത്തി. നബി തങ്ങൾ രോഗിയെ ചെന്ന് കണ്ട എന്താ പതിവ്? നബിൻ്റെ കാലത്തുമുണ്ടല്ലോ രോഗങ്ങൾ. സ്വഹാബിമാർ രോഗികളായിട്ടുണ്ട്, നബിക്കും രോഗമുണ്ടായിട്ടുണ്ട്. രോഗിയെ കാണാൻ നബി തങ്ങൾ ചെല്ലാറുണ്ട്, നബി തങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. എന്താ പ്രാർത്ഥന? അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ് ഇശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക് ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. റബ്ബേ നീ ശിഫയാക്കണേ, നീയല്ലാതെ ശിഫ നൽകുകയില്ല റബ്ബേ, നിന്റെ ശിഫയല്ലാതെ മറ്റൊരു ശിഫ ഇല്ല. അതാ നബിയുടെ മാതൃക, നബി തങ്ങളുടെ മാതൃക അതാ. ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക്, റബ്ബേ നിന്റെ ശിഫയല്ലാതെ മറ്റൊരു ശിഫയില്ല, അതുകൊണ്ട് നീ ശിഫ നൽകണേ. ലാ യുഗാദിറു സഖമാ, ഒരു രോഗവും ബാക്കിയില്ലാത്ത വിധം പരിപൂർണമായ ശിഫ നൽകണേ അല്ലാ. ഇതാ നബിയുടെ മാതൃക. ഇവിടേക്ക് എത്തിയപ്പോഴും അതൊന്നുമല്ല, രോഗം വേണ്ട, രോഗമില്ല. ആ നിലക്ക് എടുക്കാനും കൊടുക്കാനും തടയാനും കഴിയുന്നവരായി ഔലിയാഇനെ പരിചയപ്പെടുത്തുന്നു. കഴിഞ്ഞില്ല, രോഗം ശിഫയാക്കിയത് മാത്രമല്ല, കുട്ടികൾ നൽകുന്നുവെന്ന് മാത്രമല്ല, ഗർഭാശയത്തിൽ രൂപം പ്രാപിച്ച കുട്ടിയെ രൂപം മാറ്റാൻ പോലും അവർക്ക് കഴിവുണ്ട് എന്നാ പറഞ്ഞോട്ടെ. അവർ തന്നെ പറയട്ടെ എന്താന്നുള്ളത്. നമുക്കറിയുന്ന ഒരു വലിയൊരു ആള്, നല്ലൊരു മഹാനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയാണ്, ഒരു ആൺകുട്ടി വേണം. പെൺകുട്ടികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, ഒരു ആൺകുട്ടി വേണം. അങ്ങനെ കക്കടിപ്പുറത്തിന്റെ അരികിൽ പോയി. കക്കടിപ്പുറത്തിനോട് കാര്യം പറഞ്ഞു. കക്കടിപ്പുറം വലിയ ആത്മീയ കണ്ണുള്ള ആളാണ്. ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞി പെണ്ണാണെന്ന് പറഞ്ഞു. മാനസികമായി തളർന്നു. ഒരു ആൺകുട്ടിയെ കിട്ടാൻ കാലങ്ങളായി ആഗ്രഹിക്കുന്നു. അപ്പൊ നേരെ അവിടുന്ന് ബസ് കയറി CM മോഹർ അടുത്ത് വന്നു. ആ CM മോഹറോട് പറഞ്ഞു, ഭാര്യ ഗർഭിണിയാണ്, ഞാൻ കക്കടിപ്പുറത്ത് പോയി, എനിക്കൊരു ആൺകുട്ടി വേണം. കക്കടിപ്പുറത്ത് പോയപ്പോ അത് പെൺകുട്ടിയാണെന്ന് പറഞ്ഞു. ഉടനെ തന്നെ CM, അതിനെ ഞാൻ ആൺകുട്ടിയാക്കിയിരിക്കുന്നു. കക്കടിപ്പുറം പറഞ്ഞത് ശരി തന്നെയാണെന്ന് അതിന്റെ അർത്ഥം, അല്ലെങ്കിൽ അത് ആൺകുട്ടിയാണെന്നല്ല പറയാ, ഞാൻ അതിനെ ആൺകുട്ടിയാക്കിയിരിക്കുന്നു. കണ്ടോ? അപ്പൊ ഗർഭത്തിലുള്ള പെൺകുട്ടിയെ മൂപ്പര് ആൺകുട്ടിയാക്കി മാറ്റിയില്ല. ആദ്യം കക്കടിപ്പുറത്ത് പോയി, അപ്പം എന്താ പറഞ്ഞത്? അത് പെണ്ണാണ്. അവിടെ അത്രേ പവറുള്ളൂ. കാരണം മൂപ്പര് കുറച്ചും കൂടി ബുദ്ധിയുള്ള ആളായിരുന്നു ജീവിതകാലത്ത്. ഇവിടെ നിന്നപ്പോൾ പറഞ്ഞു, ശരി ഞാനത് ആണാക്കി മാറ്റിയിരിക്കുന്നു. സഹോദരങ്ങളെ, എവിടേക്കാണ് ഈ പോക്ക്? വിശുദ്ധ ഖുർആൻ അല്ലാഹ് പറഞ്ഞത് യഹബു ലിമൻ യശാഉ ഇനാസ. അല്ലാഹ് ഉദ്ദേശിക്കുക പെൺമക്കൾ നൽകുന്നു, അല്ലാഹ് ഉദ്ദേശിക്കുക ആൺമക്കൾ നൽകുന്നു. ചെറുക്കല്ല ആണും പെണ്ണും ഇടകലർത്തി കൊടുക്കുന്നു. വയജഅലു മൻ യശാഉ അഖീമാ. അല്ലാഹ് ഉദ്ദേശിക്കുന്നവരെ അവർ വന്ധ്യരാക്കി മക്കളില്ലാത്തവരാക്കി മാറ്റുകയും ചെയ്യുന്നു. ഇതല്ലേ പടച്ച റബ്ബ്? സന്താനം നൽകുന്നവൻ അല്ലാഹ്. റബ്ബ് എന്താണോ തന്നത് അത് ഖൈറാണ്. ആണാവട്ടെ പെണ്ണാവട്ടെ എല്ലാം ഖൈറാണ്. സക്കരിയ നബിയുടെ പ്രാർത്ഥന റബ്ബിനോടാണ്, ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന റബ്ബിനോടാണ്. റബ്ബേ സ്വാലിഹായ സന്താനത്തെ നൽകണേ. ആ മാതൃകയല്ലേ പഠിപ്പിക്കേണ്ടത്.